Hello, welcome back to my channel. This is my first video, so I don't know how to take. നിങ്ങൾ വിചാരിക്കും ഈ പെണ്ണെന്താ കൊണ്ടുണ്ടോ വിചാരിക്കും. കാരണം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കി പറയുന്നുണ്ട്. അതെനിക്ക് എങ്ങനെയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ശരിയാക്കിക്കോളാം. ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ കാനഡയിലാണ്. അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് ടു ഡ്രൈ ക്ലൈമറ്റാണ്, വിൻ്ററും ഒക്കെ ആയിട്ട്. അപ്പോൾ എങ്ങനെ പോയാലും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കും, പാച്ചി ലുക്കായിരിക്കും. പക്ഷേ ഞാൻ കേരളത്തിലുള്ള ടൈമിലത്തെ പോലത്തെ സെയിം മേക്കപ്പ് തന്നെയാണ് ഇവിടെയും ചെയ്യാറുള്ളത്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. കുറച്ച് മോയ്സ്ചറൈസർ അധികം ഇടും എന്നല്ല. എന്നിട്ട് നോക്കൂ, ഇപ്പോൾ ഞാൻ നോർമലി മോർണിംഗ് മോയ്സ്ചറൈസർ ഇട്ടതാണ്, എന്നാലും ഭയങ്കര ഡ്രൈ ആയിരിക്കും. ഇത് ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ദിസ് ഇസ് മൈ ബെയർ ഫേസ്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്നും പൊടി തട്ടിയെടുക്കാം. ഓക്കെ, സോ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. സോ പ്ലീസ് സപ്പോർട്ട് ഗൈസ്. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് നമ്മൾ ഫണ്ണി ആയിട്ട് കപ്പിൾ വീഡിയോസൊക്കെ ചെയ്തോളാം. അപ്പോൾ എനിക്കിത് ഫസ്റ്റ് വീഡിയോ ആവുകൊണ്ട് എങ്ങനെ സംസാരിക്കണം എന്നൊന്നും കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞു തരിക, അതിനനുസരിച്ച് ഞാൻ ചേഞ്ച് ചെയ്തോളാം. ഓക്കെ, ഞാൻ ഓൾറെഡി മോയ്സ്ചറൈസർ ഇട്ടതാണ്. നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഇടാം, കാരണം നമ്മൾ മലയാളികളോട് കളി അല്ലേ. നമ്മൾ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര. അതിൽ മോയ്സ്ചറൈസർ ഇട്ടു. മോയ്സ്ചറൈസർ ഇവിടുത്തെ ഒരു ഗ്ലോ ഉണ്ടോ? സോറി, ഇതൊക്കെ നിങ്ങളെല്ലാവരും ചെയ്യണതാണ്. പക്ഷെ നമുക്ക് കുറച്ചധികം ഒന്നും ചെയ്യാറില്ല. നോർമലി എനിക്കറിയില്ല. അവിടെ എൻ്റെ ഭർത്താവിൻ്റെ വക നല്ല ഒരു കച്ചേരി നടക്കുകയാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നാട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഭയങ്കരമായി സൗണ്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു വോയിസ് ഓവർ ചെയ്യണത്. നെക്സ്റ്റ് ഞാൻ ഒരു കൺസീലർ യൂസ് ചെയ്യുകയാണ്. കാരണം ഈ ഡാർക്ക് സ്പോട്ട്സിൻ്റെ മേലെ, അതുപോലെ നമ്മളുടെ നോസിൻ്റെ രണ്ട് സൈഡിൽ, അതുപോലെ കണ്ണിൽ ഡാർക്ക് സർക്കിളുള്ള സ്പേസിൽ, അവിടെ എല്ലായിടത്തും നമ്മൾ നോർമലി ഒന്ന് കവർ ചെയ്യാണ്. പിന്നെ ഞാൻ നോർമലി ഇതല്ല കേട്ടോ യൂസ് ചെയ്യാറ്. സാധാരണ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാക്മേയുടെ CC ക്രീം, അതുപോലെ BB ക്രീമൊക്കെ ഉണ്ട്. അതൊക്കെ നല്ലതാണ്. കാരണം അത് നമുക്കൊരു ചെറിയൊരു ഫിനിഷിങ് തരും ചെയ്യും. ഓവറായിട്ട് നമുക്ക് പൊട്ടിയടിച്ച ഫീല് തോന്നില്ല. ഇപ്പോൾ ഇതിടുമ്പോഴും നിങ്ങൾക്ക് അധികം തോന്നുന്നുണ്ടാവില്ല. പക്ഷെ ഫൗണ്ടേഷനും എല്ലാം കൂടി ഇടുമ്പോൾ നമ്മളൊരു കല്യാണത്തിന് മറ്റേ പൂരത്തിന് ആന ഒരുക്കണ ഒരു ഫീലൊക്കെ തോന്നും. എനിക്ക് അധികം അങ്ങനെ ഇഷ്ടമല്ല. ഇത് കുറച്ചിടുമ്പോൾ നമുക്കൊരു ബ്രൈറ്റ്നെസ് ഫേസിൽ ഫീൽ ചെയ്യും. അത്രയേ ഉള്ളൂ. പിന്നെ അത് ഞാൻ നോർമലി എല്ലാവരുടെയും ഒന്ന് ചെയ്തു കൊടുത്തു. ഞാൻ ഇതിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. കാരണം ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് ഉള്ളതുകൊണ്ട് അതെല്ലാം കവറായിപ്പോയി. അതാണ്. കുറച്ചുകൂടി ലിപ് ബാം ഇടുന്നുണ്ട്. ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ക്ലൈമറ്റ് ആവുകൊണ്ട് പുറത്തിറങ്ങാനേ പറ്റാത്ത ക്ലൈമറ്റാണ്. ഇപ്പോൾ ചെറുതായിട്ടൊരു വെയിൽ വരണേ ഉള്ളൂ. നെക്സ്റ്റ് ഞാനൊരു ഐബ്രോ ബ്രഷ് എടുക്കുകയാണ്. ഞാനൊരു ഐബ്രോ ബ്രഷ് എടുത്തിട്ടുണ്ട്. എനിക്ക് ഐബ്രോ ഒന്നും അധികം ഞാൻ ത്രെഡ് ചെയ്യാത്ത ആളാണ്. കാരണം എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് ഐബ്രോ വളരേ ഇല്ല. എൻ്റെ മാതിരി ഇങ്ങനെ ഐബ്രോ വളരാത്ത ടീംസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. എനിക്ക് ഐബ്രോ അങ്ങനെ അധികം വളരാറില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ കല്യാണത്തിനാണ് ലാസ്റ്റ് ഡേ ത്രെഡ് ചെയ്തത്. ഇപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് 1 year ആവാറായി. എന്നിട്ടും എനിക്ക് അധികം വളർന്നിട്ടില്ല. അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് പഠിച്ചേ ഉള്ളൂ. ബാക്കിലെ സ്പൂലി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കുമ്പോൾ അത് നോർമലി അല്ല, മറ്റേ പിള്ളാച്ചൻ്റെ ലുക്ക് വരില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. എനിക്ക് ആദ്യമൊക്കെ യൂസ് ചെയ്യുമ്പോൾ പിള്ളാച്ചൻ്റെ ലുക്ക് വരുമെന്നൊക്കെ എല്ലാവർക്കും പേടിയുണ്ടാവും. അപ്പോൾ അതില്ല, എന്തായാലും സേഫായിട്ട് യൂസ് ചെയ്യാം. ജസ്റ്റ് അതുകൊണ്ടൊന്ന് വരച്ചതിന് ശേഷം സ്പൂലി വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി, നാച്ചുറൽ ലുക്ക് കിട്ടും. നെക്സ്റ്റ് എൻ്റെ കയ്യിലുള്ള ഒരു ലിപ്സ്റ്റിക്ക് ഇടാണ്. എനിക്ക് നോർമലി ഡാർക്ക് ലിപ്സ്റ്റിക്ക് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമുള്ള ഒരാളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല, നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് ഡാർക്ക് ലിപ്സ്റ്റിക്ക് ഭയങ്കരമായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യണ മാതിരി തോന്നും. നിങ്ങൾക്ക് ഇത്രയും ഡാർക്ക് വേണ്ടെങ്കിൽ, ഞാൻ ഈ നോർമലി ഇത്രയ്ക്ക് ഇടാറില്ല. എനിക്കിത് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് തോന്നി കുറച്ചധികമാണെന്ന്. കാരണം ഞാനൊന്ന് ടിഷ്യൂ വെച്ച് ഡാബ് ചെയ്യാറുണ്ട് ഡെയിലി. അതിനുശേഷം ഒരു ഡാർക്ക് കളർ കൊണ്ട് ഔട്ട്ലൈൻ ചെയ്തതിന് ശേഷം അതിൻ്റെ തന്നെ ഒരു ലൈറ്റർ ഷെയ്ഡ് വെച്ചിട്ട് ഉള്ളിൽ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് രണ്ടും കൂടി നല്ല കോംപ്ലിമെൻറ്റ് ചെയ്ത് നല്ലൊരു കളറായിട്ട് നമുക്ക് ഔട്ട്ലുക്ക് കിട്ടും, നല്ലതായിട്ട് കിട്ടും. എനിക്ക് നല്ല ഇഷ്ടമാണ് എൻ്റെ ഫേസിലേക്ക് കുറച്ച് ഡാർക്ക് ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ. നമ്മളൊന്ന് ബ്രൈറ്റായി
എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു ഭംഗിയാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ബ്ലഷ് ഇടും. എൻ്റെ ബ്ലഷ് ഇരിക്കുന്നത് എവിടെയാണെന്ന് കണ്ടില്ല, അതുകൊണ്ടാണ്. ഞാൻ നോർമലി ഇതേപോലെ തന്നെയാണ് ബ്ലഷ് ഇടുക. ഞാൻ ഇപ്പോൾ അടുത്ത് ആലിയ ഭട്ടിൻ്റെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ആലിയ ഭട്ട് മൂക്കിൻ്റെ അതിലേക്ക് ഇങ്ങനെ മുകളിലൂടെ ഇടുന്നുള്ളത്. അതുപോലെ ഞാൻ ഇതിലിതാ കാണിക്കുന്നുണ്ട് കുറച്ച് നമ്മളെ പുരുകത്തിൻ്റെ അവിടെ നിന്ന് തൊട്ടിട്ട് ഇങ്ങനത്തെ മൂക്കിലേക്കും ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അങ്ങനെ ഇടുന്നത് അങ്ങനെ. അപ്പോൾ എനിക്ക് ബ്ലഷ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഞാൻ കാണിക്കുന്നുണ്ടല്ലത്. അപ്പോൾ അതെനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെ ഞാൻ എന്താ കാണിക്കുന്നത്, കാരണം എനിക്ക് ബ്ലഷ് ഇടുമ്പോൾ തന്നെ ഫേസ് നോക്കിയാൽ കുറച്ചൊരു നാച്ചുറൽ ഫ്ലഷ് ലുക്ക് ഫീൽ ചെയ്യും നമുക്ക്. പിന്നെ കുറച്ച് നെക്സ്റ്റ് ഞാൻ ഐലൈനറാണ് എഴുതുന്നത്. ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കുറേ പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കണ്ടോയെന്ന് അറിയില്ല. എനിക്കിങ്ങനെ സംസാരിക്കാൻ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാസ്ലറിൻ്റെ ഐലൈനറാണ്. നമ്മുടെ എവർ ടൈമാണ് നാട്ടിൽ നിന്ന് വരുമ്പോൾ ആകെ കൊണ്ടുവരുന്ന സാധനം മെയിനായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് എഴുതുമ്പോൾ നമുക്ക് ചെറുപ്പം തൊട്ടേ എഴുതിയ ശീലമുള്ളതുകൊണ്ടേ നമുക്കിത് സുഖമാണ്. ഞാനൊരു ചെറിയൊരു കുഞ്ഞ് വിങ്ങിട്ടിട്ടുള്ളൊരു ഐലൈനറാണ് ഞാൻ എഴുതുന്നത്. നോർമലി ഞാൻ ചെറുതായിട്ട് മസ്കാര ഇടാറുണ്ട്. ഞാൻ ഇന്ന് അതൊന്നും ഇട്ടിട്ടില്ല. എന്താ ഇടാതിരുന്ന ചോദിച്ചാൽ എനിക്കറിയില്ല. നോർമലി ഞാൻ മസ്കാര ഇടലുണ്ട്. ഞാൻ വേറൊരു വീഡിയോയിൽ മസ്കാര ഇട്ട് കാണിച്ചു തരാം. ഞാൻ ഇവിടുന്ന് പുതിയൊരു മസ്കാര മേടിച്ചിട്ടുണ്ട്. നല്ല എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു ഭംഗിയാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ബ്ലഷ് ഇടും. എൻ്റെ ബ്ലഷ് ഇരിക്കുന്നത് എവിടെയാണെന്ന് കണ്ടില്ല, അതുകൊണ്ടാണ്. ഞാൻ നോർമലി ഇതേപോലെ തന്നെയാണ് ബ്ലഷ് ഇടുക. ഞാൻ ഇപ്പോൾ അടുത്ത് ആലിയ ഭട്ടിൻ്റെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ആലിയ ഭട്ട് മൂക്കിൻ്റെ അതിലേക്ക് ഇങ്ങനെ മുകളിലൂടെ ഇടുന്നുള്ളത്. അതുപോലെ ഞാൻ ഇതിലിതാ കാണിക്കുന്നുണ്ട് കുറച്ച് നമ്മളെ പുരുകത്തിൻ്റെ അവിടെ നിന്ന് തൊട്ടിട്ട് ഇങ്ങനത്തെ മൂക്കിലേക്കും ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അങ്ങനെ ഇടുന്നത് അങ്ങനെ. അപ്പോൾ എനിക്ക് ബ്ലഷ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഞാൻ കാണിക്കുന്നുണ്ടല്ലത്. അപ്പോൾ അതെനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെ ഞാൻ എന്താ കാണിക്കുന്നത്, കാരണം എനിക്ക് ബ്ലഷ് ഇടുമ്പോൾ തന്നെ ഫേസ് നോക്കിയാൽ കുറച്ചൊരു നാച്ചുറൽ ഫ്ലഷ് ലുക്ക് ഫീൽ ചെയ്യും നമുക്ക്. പിന്നെ കുറച്ച് നെക്സ്റ്റ് ഞാൻ ഐലൈനറാണ് എഴുതുന്നത്. ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കുറേ പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കണ്ടോയെന്ന് അറിയില്ല. എനിക്കിങ്ങനെ സംസാരിക്കാൻ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാസ്ലറിൻ്റെ ഐലൈനറാണ്. നമ്മുടെ എവർ ടൈമാണ് നാട്ടിൽ നിന്ന് വരുമ്പോൾ ആകെ കൊണ്ടുവരുന്ന സാധനം മെയിനായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് എഴുതുമ്പോൾ നമുക്ക് ചെറുപ്പം തൊട്ടേ എഴുതിയ ശീലമുള്ളതുകൊണ്ടേ നമുക്കിത് സുഖമാണ്. ഞാനൊരു ചെറിയൊരു കുഞ്ഞ് വിങ്ങിട്ടിട്ടുള്ളൊരു ഐലൈനറാണ് ഞാൻ എഴുതുന്നത്. നോർമലി ഞാൻ ചെറുതായിട്ട് മസ്കാര ഇടാറുണ്ട്. ഞാൻ ഇന്ന് അതൊന്നും ഇട്ടിട്ടില്ല. എന്താ ഇടാതിരുന്ന ചോദിച്ചാൽ എനിക്കറിയില്ല. നോർമലി ഞാൻ മസ്കാര ഇടലുണ്ട്. ഞാൻ വേറൊരു വീഡിയോയിൽ മസ്കാര ഇട്ട് കാണിച്ചു തരാം. ഞാൻ ഇവിടുന്ന് പുതിയൊരു മസ്കാര മേടിച്ചിട്ടുണ്ട്. നല്ല മസ്കാരയാണ്. നെക്സ്റ്റ് ഞാൻ ചെറുതായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ഫേസ്. ഈ ഹൈലൈറ്റർ കുറച്ച് അധികം ഇട്ടാലും കുഴപ്പമില്ല. അത് ഞാൻ മൂക്കിലും കവിളിലും ഒക്കെ ഞാൻ കുറച്ച് ഹൈലൈറ്റ് ചെയ്തിട്ട് ഇടാറുണ്ട്. ചിന്നിലും നെറ്റിയിലൊക്കെ കുറച്ച്, കാരണം എനിക്ക് അവിടെ ഒരു ഗ്ലോ കിട്ടണത് നല്ല ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കാരണം എൻ്റെ ഫേസ് എന്ന് പറയുന്നത് കുറച്ച് ചബ്ബി ഫേസ് ആവുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് കവിളൊക്കെ ഇങ്ങനെ എടുത്ത് നിൽക്കാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ എന്നെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് എൻ്റെ കവിള് കുറച്ച് ഗുണ്ടു ലുക്ക് ആവുന്നതുകൊണ്ട്. അപ്പോൾ എനിക്കിഷ്ടമാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി അവിടെ എൻഹാൻസ് ചെയ്തിട്ട് ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം. ഞാൻ ജസ്റ്റ് ഒരു പൊട്ട് വെച്ചു, ബാക്കിയൊക്കെ അത് സെയിം തന്നെയാണ്. ഒരു ബാംഗിൾ ഇട്ടു, ഡ്രസ്സ് മാറി, ഹെയർ ലൂസായിട്ട് ഇട്ടു. എനിക്ക് ഹെയർ ലൂസായിട്ട് ഇടണതാണ് കുറച്ചും കൂടി ഇഷ്ടം. ഇതാണ് എൻ്റെ സിമ്പിൾ മേക്കപ്പ്. എൻ്റെ സ്വന്തം സൗന്ദര്യാസ്വാദനത്തിന് ശേഷം ഞാൻ എൻ്റെ ഡ്രസ്സാണ് കാണിക്കുന്നത്. എനിക്ക് എന്നെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, കാണാൻ മാത്രമൊന്നും ഇല്ലെങ്കിലും ഒരു രസമല്ലേ നമുക്ക് നമ്മളെ തന്നെ സെൽഫ് ലവ് ചെയ്യുമ്പോൾ, അത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ ഡ്രസ്സ് ഒരു ഫ്രോക്കാണ് ഇട്ടിരിക്കണത്.
പിന്നെ ഇനി ഞങ്ങളുടെ ഒരുപാട് കപ്പിൾ വീഡിയോസ് അതുപോലെ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.